തേങ്ങയിലുണ്ടാക്കിയ വെളിച്ചെണ്ണയിൽ അങ്ങനെ ഒരു ഇതുണ്ടോ? തേങ്ങയുടെ വെളിച്ചെണ്ണയിൽ നിന്നുണ്ടാക്കി അത് ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു സ്റ്റിക്കറാണ്. അത് ഈ അച്ഛൻ്റെ ഓരോ ശൈലികളുണ്ട്, അതിൽ നിന്ന് വരുന്നൊരു സാധനമാണ്. അപ്പോൾ ഇവിടെ കൺസ്യൂമേഴ്സ് ഇത് കണ്ടിട്ട് വിളിച്ചിട്ട് കസ്റ്റമർ കെയർ നമ്പറിൽ പാക്കറ്റിൽ ഉണ്ടാവുമല്ലോ, അത് വിളിച്ചിട്ട് നമ്മളടുത്ത് ചോദിക്കും തേങ്ങ എന്നല്ലാണ്ട് പിന്നെ മാങ്ങയെന്നുള്ള വെളിച്ചെണ്ണയാണോ എന്നൊക്കെ ചോദിക്കും. അപ്പം ബേസിക്കലി അത് നമ്മൾ ഉദ്ദേശിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ പ്യുവർ കോക്കനട്ട് ഓയിലാണ് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കിയെന്നൊക്കെ പറയുമ്പോൾ ഇതെല്ലാവരും പറയുന്നതല്ലേ. അപ്പോൾ അതിലെല്ലാത്തവരും ഉണ്ടാക്കാത്തവരും അത് പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെ ചങ്കൂറ്റത്തോടെ ഇങ്ങനെ ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള സെൻറ്റൻസ് പറയുമ്പോൾ ഇവർ വിളിക്കുമ്പോൾ ഒരു ഡിസ്കഷൻ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. അപ്പോൾ ആ ഓപ്പർച്യൂണിറ്റി നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെളിച്ചെണ്ണ എന്ന് എഴുതിയിട്ട് പലതും മാർക്കറ്റിൽ വരുന്നുണ്ട്, പക്ഷെ അത് പലപ്പോഴും ബ്ലെൻഡഡ് ഓയിൽസ് ആണ്. ഇതെല്ലാ വർഷവും ഫുഡ് സേഫ്റ്റിക്കാർ അടച്ചുപൂട്ടുന്ന മില്ലുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എടുക്കുന്നത് പ്യുവർ വെളിച്ചെണ്ണ തന്നെയാണ്. വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ KPL ശുദ്ധി വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഇത് മറ്റൊരു ശൈലിക്ക് ഒരു പറഞ്ഞാലേ കോൺട്രവേഴ്ഷ്യൽ ആയാലേ ഇതൊന്ന് ആണിയടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അതങ്ങനെ പറയുന്നത്. ആദ്യകാലത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, സ്ഥിരം ഇവിടെ വിളിയാണ്. വേറെ ഇതിൽ നിന്നൊക്കെയാണ് നിങ്ങൾ വെളിച്ചെണ്ണ ഉണ്ടാക്കുക, ഒന്ന് പഠിപ്പിച്ചു തരണേ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കാറുണ്ട്. പക്ഷെ അതൊക്കെ ഒരു സ്പോർട്ടിങ് സ്പിരിറ്റിൽ നമ്മൾ എടുത്തു ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും.